പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് കുതിച്ചുയർന്ന ഇന്ധനവില ഇനിയും കുറഞ്ഞിട്ടില്ല. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണക്കാരന് ഇപ്പോഴും കൂടിയ വിലയിൽ തന്നെ ഇന്ധനം വാങ്ങേണ്ടി വരികയാണ്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവ് വന്നതിനു പിന്നാലെ ഇന്ധനവില കുറയുന്നതിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണക്കാരന് ഇപ്പോഴും കൂടിയ വിലയിൽ തന്നെയാണ് ഇന്ധനം വാങ്ങേണ്ടി വരുന്നത്. ഈ ആശങ്കകൾ ഇരട്ടിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉടൻ കുറയില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ധനവില കുറയ്ക്കുമോ എന്ന ചോദ്യത്തോട് വരും ആഴ്ചകളിലും ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ തുടരുകയാണെങ്കിൽ അത് ന്യായമായ ചോദ്യമായിരിക്കുമെന്നാണ് ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജൂൺ 30 വരെയുള്ള കാലയളവിൽ പെട്രോളും ഡീസലും LPGയും അടക്കമുള്ളവ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ചതുവഴി പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് 74,781 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മന്ത്രി പറഞ്ഞു. ആഗോള വിപണിയിൽ നിലവിൽ എണ്ണവില കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും യുദ്ധം രൂക്ഷമായി നിന്ന സാഹചര്യത്തിൽ വാങ്ങിയ എണ്ണയാണ് കമ്പനികൾ ഇപ്പോഴും സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2 മാസം മുൻപ് അന്നത്തെ വിലയ്ക്ക് വാങ്ങിയ അസംസ്കൃത എണ്ണ ശേഖരമാണ് നിലവിൽ ഉപയോഗിക്കുന്നതെന്നും എണ്ണവിലയിലെ കുറവ് അടുത്ത 2-3 മാസത്തേക്ക് കൂടി തുടരുകയാണെങ്കിൽ നോക്കാമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇതൊരു സാങ്കല്പിക സാഹചര്യം മാത്രമാണെന്നും ആഗോള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വികസിത രാജ്യങ്ങളിൽ പെട്രോൾ വിലയിൽ ഏകദേശം 20% ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ 35% വർധനവുണ്ടായപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില വർധനവ് വെറും 5.58% മാത്രമാണ് ഉണ്ടായതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ രാജ്യത്തെ 1,07,000 പെട്രോൾ പമ്പുകളും അടച്ചിടുകയോ ഇന്ധനം തീർന്നു പോവുകയോ ചെയ്യാതെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര പെട്രോൾ ഡീസൽ വില കുറച്ചതിനെക്കുറിച്ചും മന്ത്രി പ്രതികരിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ലിറ്ററിന് 5 രൂപ വർദ്ധിപ്പിച്ചതിനാലാണ് നയാര ഇപ്പോൾ പെട്രോൾ വില കുറച്ചതെന്നും അവർ അന്നുകൂട്ടിയ വില ഇപ്പോൾ പിൻവലിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആ സമയത്ത് വില വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന കാര്യം ഓർക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.